നമസ്കാരം. ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തിൽ മനം മടുത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാണ് പിണറായി സർക്കാർ പ്രവർത്തിക്കുന്നതെന്നാണ് ജനങ്ങളുടെ പോലും പരിഹാസം. നിരവധി പേരാണ് ഇന്ന് ഇടത് സർക്കാരിന്റെ ഭരണത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഇടതുപക്ഷത്തിനും പിണറായി വിജയനുമെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരം അഖിൽ മാരാർ. നാട്ടിലെ ഏറ്റവും വലിയ വർഗീയവാദികൾ CPM ആണെന്നും ജാതി വർഗീയതയിൽ നിന്നും മതവർഗീയതയിലേക്ക് പാർട്ടി മാറിയെന്നും അഖിൽ മാരാർ ആരോപിക്കുന്നു. കൂടാതെ പിണറായി വിജയന്റെ മുണ്ടിനടിയിൽ കാവിനിക്കറാണെന്നും SFIO കേസിൽ പ്രതിയായ മകളെ രക്ഷിക്കാൻ പിണറായി കേന്ദ്രമന്ത്രിയെ കാണാൻ പോയെന്നും അഖിൽ മാരാർ ആരോപിക്കുന്നു. നിലനിൽപ്പിനും പണത്തിനും വേണ്ടിയാണ് പിണറായി BJPയുടെ ഔദാര്യം പറ്റുന്നതെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് അഖിൽ മാരാരുടെ ആരോപണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും ആര് വിമർശിച്ചാലും അവരെ പിടിച്ച് സംഖ്യയാക്കാൻ നടക്കുന്ന അന്തം കമ്മികൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് അഖിൽ മാരാരുടെ പോസ്റ്റ് ആരംഭിക്കുന്നത്. തങ്ങളെ എതിർക്കുന്നവനെ ഒറ്റപ്പെടുത്താൻ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ കൂടെ കൂട്ടുക, സംഖ്യയ്ക്ക് പിന്തുണ കൊടുക്കരുത് എന്ന നിശബ്ദ ഭീഷണി കോൺഗ്രസ് അനുഭാവികൾക്ക് കൊടുക്കുക, അതുവഴി പാർട്ടിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ ബുദ്ധിപരമായി ഇല്ലാതാക്കുക, ഇതാണ് അവർ ചെയ്യുന്നത്. ഇനി നമുക്ക് ആരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ വർഗീയ തീവ്രവാദികൾ എന്ന് നോക്കാം. ഒരു കാലത്ത് പാർട്ടി വളരണം എങ്കിൽ ജാതീയമായ ഭിന്നിപ്പായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് സകല ദളിത് കുടുംബങ്ങളിലും ജാതീയ വിഷം കുത്തിവെച്ച് ഹിന്ദുക്കളെ തമ്മിൽ തല്ലിച്ച് നായന്മാരെ കോൺഗ്രസിലും ബാക്കിയുള്ളവരെ തങ്ങളുടെ കൂടെയും കൂട്ടി അവരുടെ ജീവിതം തകർത്ത് താറുമാറാക്കി. പാർട്ടിക്ക് ആളെ കൂട്ടാൻ മാത്രമായി പല ദളിത് കോളനികളും മാറി. ഈ കുടുംബങ്ങളിലെ കുട്ടികളെയും ചെറുപ്പക്കാരെയും കേസിൽപ്പെടുത്തി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാക്കി. സഹകരണ ബാങ്കിൽ നിന്നും കുറച്ച് ലോൺ കൂടി നൽകി ഇവന്റെ പ്രമാണവും കസ്റ്റഡിയിലാക്കിയെന്നും അഖിൽ മാരാർ പറയുന്നു. എന്നാൽ പാർട്ടി മാറിയാൽ ജീവിതം അവസാനിക്കും എന്ന് ഭയന്ന് പലരും ഇവരുടെ അടിമകളായി കഴിയുന്നു. ഇതിൽ ആരെങ്കിലും ചിന്തിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ പണ്ട് നായന്മാർ അവരുടെ അപ്പന്മാരോട് ചെയ്ത ക്രൂരതകൾ പറഞ്ഞ് അവരെ വീണ്ടും പാർട്ടിയുടെ കീഴിൽ തളയ്ക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം കാലം മാറിയപ്പോൾ പതിയെ ജാതി വർഗീയത മതവർഗീയതയിലേക്ക് പാർട്ടി മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. BJPയുടെ വളർച്ചയും കോൺഗ്രസിൽ നിന്നും BJPയിലേക്കുള്ള കൊഴിഞ്ഞുപോക്കും മുസ്ലിങ്ങൾക്ക് BJPയോടുള്ള വിരോധവും മനസ്സിലാക്കിയ പാർട്ടി ഒരു കാലത്ത് മുസ്ലിം സമൂഹത്തെ ഇന്നത്തെ തീവ്ര ഹിന്ദു സംഘടനകൾ പോലും ആക്ഷേപിക്കാത്ത പദങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിച്ചിരുന്ന, എന്തിന് കേരളം ഒരു മിനി പാകിസ്ഥാൻ ആണെന്ന് വരെ പറഞ്ഞ പാർട്ടി പതിയെ മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ തുടങ്ങി. അതായത് ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ എന്ന് വരുത്തി തീർക്കാൻ തുടങ്ങിയെന്നും അഖിൽ മാരാർ പറയുന്നു. BJPയെ നേരിടാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് കേരളത്തിൽ അവർ സ്ഥാപിച്ചെടുത്തു. രാഹുൽ ഗാന്ധി ഒരു കോമാളിയാണെന്ന് CPM പരമാവധി വരുത്തി തീർത്തു. രമേശ് ചെന്നിത്തല, BD സതീശൻ, K സുധാകരൻ, ശശി തരൂർ, പ്രേമചന്ദ്രനും ഒക്കെ സംഖ്യയാണെന്ന് ആക്ഷേപിച്ചു നടന്നത് മുസ്ലിങ്ങളെ UDFൽ നിന്നും അകറ്റുക എന്ന ബുദ്ധിയിലാണ്. എന്നാൽ യഥാർത്ഥ സംഖ്യ ആരെന്ന് പരിശോധിക്കാം. പിണറായി വിജയന്റെ മുണ്ടൊന്ന് മാറ്റിയാൽ നല്ല ഒന്നാന്തരം കാവിനിക്കർ തന്നെ കാണാമെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അത് വർഗീയതയുടെ അല്ല, നിലനിൽപ്പിന് വേണ്ടി പണത്തിനു വേണ്ടി BJPയുടെ ഔദാര്യം പറ്റി നിന്നാലേ പറ്റൂ എന്ന ബുദ്ധിയിൽ എടുത്തിട്ടതാണ്. 9 മാവോയിസ്റ്റുകളെ കാട്ടിൽ കയറി വെടിവെച്ചു കൊന്ന സർക്കാരിന്റെ പക്ഷം ഇടത്. ലഘുരേഖയുടെ പേരിൽ 2 മുസ്ലിം കുട്ടികളെ UAPA ചുമത്തി അകത്തിട്ടപ്പോൾ ശരിയെന്ന് പറഞ്ഞ സർക്കാർ ഇടത്. ഒരിക്കൽ എതിർത്ത പദ്ധതികളെല്ലാം BJP പറഞ്ഞ പോലെ കേരളത്തിൽ നടപ്പിലാക്കിയ സർക്കാർ ഇടത്. RSSുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രിയുടെ പക്ഷം ഇടതാണെന്നും അഖിൽ മാരാർ പറയുന്നു. കേരളത്തിൽ നിന്നും കോൺഗ്രസിനെ ഇല്ലാതാക്കാനും ഒരിക്കൽ കൂടി ഭരിച്ചിട്ട് ഈ പാർട്ടിയെ മുച്ചൂടും മുടിച്ച് തനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ SFIO കേസിൽ പ്രതിയായ മകളെ രക്ഷിക്കാൻ കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുമ്പോൾ ആ കാര്യം പത്രക്കാർ ചോദിക്കുമ്പോൾ പറയാനുള്ള ധൈര്യം ഇല്ലാത്തവന് കമ്മികൾ ചാർത്തിക്കൊടുത്ത പേര് ഇരട്ടച്ചങ്കൻ. പ്രേമചന്ദ്രൻ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രധാനമന്ത്രിക്കൊപ്പം ചായ കുടിച്ചാൽ സംഘി. നാളിതുവരെ BJP സംഘടിപ്പിച്ച ഒരു സാംസ്കാരിക പരിപാടിയിൽ പോലും പോകാത്ത, എന്തിന് കുംഭമേളയിലെ മലയാളി അഘോരിയെ ഇന്റർവ്യൂ ചെയ്യാൻ ക്ഷണം ലഭിച്ചപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞ ഞാൻ വത്സൻ തില്ലങ്കരിയുടെ കോളേജിൽ ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോയാൽ സംഘി, ശബരിമലയിൽ പോയാൽ സംഘി, പിണറായിയെ പറഞ്ഞാൽ സംഘിയാണെന്നും അഖിൽ മാരാർ പറയുന്നു. കൂടാതെ ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ടാണ് അഖിൽ മാരാർ തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.
എന്തിനാണ് പിണറായി നിർമ്മലാ സീതാരാമനെ രഹസ്യമായി കാണാൻ പോയതെന്നാണ് അഖിൽ മാരാരുടെ ചോദ്യം. പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് അഖിലിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്.